ഇതിൽ ആരെയാണ് ചതിച്ചിരിക്കുന്നത്? കാരണം വിവാഹിതയാണെങ്കിൽ അപ്പോൾ ആ ഭർത്താവിനെ ചതിക്കുകയല്ലേ ചെയ്തത്? അല്ലെങ്കിൽ ഒരു വിവാഹിതയാണെങ്കിൽ രാഹുലിനെയും ഒരു ഘട്ടത്തിൽ ചതിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിച്ചൂടെ? കൂടാതെ രാഹുലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് എല്ലാ വാഗ്ദാനങ്ങളും നൽകി ആ ചാറ്റിലുടനീളം പറയുന്നുണ്ട്, നിന്നെ ഗർഭിണിയാക്കണം എന്ന് വരെ ആ ചാറ്റിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ചെയ്തത് വളരെ വലിയൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. കാരണം ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭിണിയാക്കുകയും അതിനുശേഷം അത് ഗർഭചിത്രം നടത്താനായി വളരെ മോശമായ രീതിയിൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ തകർത്ത് നിലവിളിച്ചുകൊണ്ടാണ് ആ കുട്ടി ഫോണിൽ അദ്ദേഹത്തോട് അല്ലെങ്കിൽ സംസാരിക്കുന്ന, അങ്ങനെയാണ് ആ തെളിവുകളൊക്കെയും പുറത്ത് വന്നിരിക്കുന്നത്. അതായത് ആ കുട്ടി അനുഭവിച്ച ഒരു മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ചെറുതല്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ വളരെ വലിയ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇര എന്ന് പറയുന്നത് പെൺകുട്ടിയാണ്. അതേസമയം വിവാഹിതയാണ് എങ്കിൽ ആ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അയാളാണ് അവിടെ ഇരയാകുന്നത്. അപ്പോൾ ഈ കേസിൽ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇതിനാരാണ് ഇര എന്നുള്ളതാണ് എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മായ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം പാലക്കാട് രാഹുലിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ തന്നെ അറിയാം, വളരെ നല്ലൊരു നേതാവാണ്, രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് ഉദിച്ചു വന്നൊരു നേതാവാണ്. അത്രയും വലിയ ഭൂരിപക്ഷത്തോടെയാണ് രാഹുൽ പാലക്കാട് വിജയിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു നേതാവ്, ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കേണ്ട നേതാവ്, ഇനി തെരഞ്ഞെടുപ്പുകൾ വരും, തനിക്ക് വലിയ രാഷ്ട്രീയ ഭാവി ഉള്ളതാണ്, താൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അയാൾ അറിഞ്ഞിരിക്കണം.